ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം രാവിലെ തന്നെ നമ്മുടെ ഉദ്യോഗങ്ങൾ തുടങ്ങാൻ പോവാണേ. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. രാവിലെ ചായ വെയ്യൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ചുമ്മാ വീഡിയോ എടുത്താലോ എന്ന് ആലോചിച്ചതേ. അപ്പോൾ നമ്മൾ ചായയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വിറകടുപ്പാണല്ലോ. അപ്പോൾ തീയൊക്കെ നല്ലോണം കത്തുന്നുണ്ടേ. പിന്നെ ഞാൻ അടുപ്പിൻ്റെ തറയൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. തുടച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ മേളിൽ കുറേ അലുക്കുലത്തെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി ഒതുക്കിയിട്ട് കറിവേപ്പില കൊണ്ടുവന്നത് അങ്ങനെ ഇരിക്കുകയാണ്. കറിവേപ്പില എടുത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലേ ഉള്ളൂ. അത് ചെറിയൊരു കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓരോരോ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ ഫ്രിഡ്ജിൻ്റെ മേലെ നിന്ന് മാറ്റി ഒതുക്കിക്കൊണ്ടിരിക്കുവാണേ. ഇനി നമുക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കാം. കുറേ ദിവസമായി തുടച്ചിട്ട് പൊടിയൊക്കെ പിടിക്കും. അതിൻ്റെ മേലെ ഒരു കവർ ഇട്ടിട്ടുണ്ടായിരുന്നു, പൊടിയൊന്നും ചാടാതിരിക്കാൻ. ആ കവറൊക്കെ ഒന്ന് എടുത്ത് കൊട്ടിക്കുടഞ്ഞിട്ടു. പിന്നെ പോയിട്ട് കഴുകാനുള്ള പാത്രമൊക്കെ കഴുകി വെച്ചു കേട്ടോ. പാത്രം കഴുകിയിട്ട് ഇവിടെ ഇങ്ങനെ കമത്തി വയ്ക്കും കേട്ടോ, ഇല്ല വെള്ളം പോകാൻ വേണ്ടിയിട്ടേ. നമ്മൾ മീൻ വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഐസ് കട്ടയായിട്ടിരിക്കുക. അത് ഉരുകാൻ വേണ്ടി നമ്മൾ വേറെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇട്ടതാണേ, ഉരുകിയിട്ടില്ല. ഇടയ്ക്ക് 1-2 അതിൽ നിന്ന് വിട്ടു പോന്നിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല തണുപ്പാണേ. ഇനി ഫുള്ള് വിട്ട് വന്നിട്ട് വേണം നമുക്കിതെടുത്തിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ തന്നെ മൂടി വെച്ചു. പിന്നെ ചോറ് വെന്തിട്ടില്ല, അപ്പോൾ കുറച്ചുകൂടെ കിടക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് പോയി മേശയ്ക്കൊന്ന് അടിച്ച് തൂത്ത് വൃത്തിയാക്കിയിടാം കേട്ടോ. അടിക്കുന്നില്ല, തുടച്ച് വൃത്തിയാക്കിയിടാം. ഇതൊക്കെ ഫുള്ള് വെട്ടുതുണി എല്ലാം എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. വെട്ടുതുണികളുടെ ഒരു കൂട്ടമാണ് കവറിലൊക്കെ. പിന്നെ നമ്മൾ എല്ലാം മേശയ്ക്കൊന്ന് തുടച്ചിടാം. പൊട്ടും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തുടച്ച് വിട്ടുവിട്ടതാണ്. കഴിഞ്ഞ ദിവസം പഠിച്ചിട്ട് പുസ്തകങ്ങളൊക്കെ അതേപടി വെച്ചേക്കുമായിരുന്നു. പേനയൊക്കെ ബുക്കിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്കിത് വൃത്തിയായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കത് കാണുമ്പോൾ പഠിക്കാൻ തോന്നുമല്ലോ. അലങ്കോലമായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ എല്ലാം അടുക്കി പെറുക്കി നല്ല നീറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനിരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുമേ. അപ്പോൾ അങ്ങനെ പേനയൊക്കെ എടുത്ത് നമ്മൾ കൃത്യസ്ഥലത്ത് വെച്ചു. ഇതൊക്കെ പഠിക്കാൻ വേണ്ടി എഴുതി ഒട്ടിച്ചേക്കുന്നതാണ് കേട്ടോ. ഓരോ സെൻറ്റൻസൊക്കെ ഓരോ ദിവസം വന്ന് ഇങ്ങനെ നോക്കി പഠിക്കും. പിന്നെ തയ്യൽ മെഷീൻ ഒന്ന് തുടച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു കേട്ടോ. തയ്യൽ മെഷീൻ ഒന്ന് തുടച്ചെടുത്തേ. കഴിഞ്ഞ ദിവസം തയ്യലൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനിയുണ്ട് തയ്ക്കാൻ. നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തയ്യൽ മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ. പിന്നെ ഇറയത്ത് വന്നു. നമ്മുടെ സൈഡിലിരിക്കുന്ന നമ്മുടെ ലക്കി ബമ്പൂനെ എടുത്ത് താഴെ വെച്ചേക്കുമായിരുന്നു കേട്ടോ. കുഞ്ഞുവാ വരുമ്പോൾ ചില്ലുകുപ്പിയല്ലേ, അപ്പോൾ എടുത്ത് കളിക്കേണ്ടതെന്ന് എഴുതി നമ്മൾ താഴെ എടുത്ത് വയ്ക്കും. ഇനി നമുക്ക് മുറ്റമൊന്ന് അടിച്ചിടാം. വലിയ പൊട്ടുംപൊടിയൊന്നും ഇല്ല, എന്നാലും സൈഡിലൊക്കെ ഓരോ ഇലയൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ നമുക്കൊന്ന് അടിച്ച് വൃത്തിയാക്കിയിടാം കേട്ടോ. ഇന്നിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയാണ്. ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ മുറ്റം ഒന്ന് അടിച്ച് വൃത്തിയാക്കണം. ഇവിടെ പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ മുറ്റം അടിച്ചിടുന്നതുകൊണ്ട് അങ്ങനെ ഒത്തിരി പൊടിയും പൊട്ടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് കയറി വന്നിട്ട് നമ്മുടെ ചോറ് എന്തോ നോക്കിയിട്ടുണ്ട് കേട്ടോ. ചോറ് ഏറെക്കുറെ വേവായിട്ടുണ്ട്, എന്നാലും ഒരു 5 മിനിറ്റോടെ കിടക്കണം. തീയൊന്നും കത്തിക്കണ്ട, 5 മിനിറ്റോടെ വെറുതെ കിടന്നാൽ അത് വെന്തോളും. അങ്ങനെ അതവിടെ വെച്ചിട്ട് ഞാൻ പോയി പിന്നെ വെള്ളമൊക്കെ പിടിച്ചു ബക്കറ്റിലിട്ടോ. പാത്രമൊക്കെ ഇവിടെ ഇരിക്കുന്നു. കുറേ വണ്ടികളൊക്കെ റോഡിൽ കൂടെ പോയിട്ടോ. പിന്നെ വന്നിട്ട് നമുക്ക് അലക്കാനുള്ള തുണിയെടുത്ത് സോപ്പ് വെള്ളത്തിലിടണമല്ലോ. അങ്ങനെ അലക്കാനുണ്ടായിരുന്ന തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇറയത്ത് ഇവിടെ മുറ്റത്ത് ഫുള്ള് റബ്ബറെല്ലാം ചാടി കിടക്കണം കേട്ടോ. ഇനി അത് അടിച്ചാലും പോകില്ല, അതാണ് കുഴപ്പം, നനഞ്ഞ് കിടക്കുന്നതുകൊണ്ടേ. അപ്പം പിന്നെ ഇന്ന് സോപ്പ് വെള്ളത്തിൽ ഇടുന്നില്ല, നേരെ അലക്കാമെന്ന് വിചാരിച്ച് അവിടെ അലക്കുകല്ലേ കൊണ്ട് വെച്ചിട്ടോ. എന്നിട്ട് മുറ്റം അടിച്ചിട്ട് അലക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ മുറ്റം അടിക്കാൻ തുടങ്ങി കേട്ടോ. ഒന്നാമത് കല്ലും കൂട്ടവും ആയി, പിന്നെ ഈ റബ്ബറെല്ലാം നനഞ്ഞും കൂടെ കിടക്കുകയാണ്. അതുകൊണ്ട് അടിച്ചാലും അങ്ങോട്ട് പോകില്ല. ഒന്നാമത് എൻ്റെ ചൂലിന് അത്ര ആരോഗ്യമില്ല കേട്ടോ. ആരോഗ്യമുള്ള ചൂലിന് നീളവും കുറവാണേ. അപ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ ഒരുവിധം നമ്മളതൊക്കെ കിള്ളിപ്പറിക്കി വൃത്തിയാക്കി ഇട്ടു കേട്ടോ. അങ്ങനെ നനഞ്ഞ് കിടക്കുന്നുണ്ട്, ഇല അങ്ങോട്ട് അടിച്ചാൽ നീങ്ങൂല. അങ്ങനെ ഇരുന്നപ്പോഴാണ് തോട്ടത്തിൽ കാട് വെട്ടാൻ പോയി വിളിച്ചിട്ട് വേഗം വണ്ടി എടുത്തിട്ട് വായോ നമുക്ക് വളം മേടിച്ചിടാമെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞാൻ വളം വാങ്ങാൻ വേണ്ടി പൈസയൊക്കെ എടുത്ത് വണ്ടി എടുത്ത് വളം മേടിക്കാൻ വേണ്ടി പോയി കേട്ടോ. കാരണം ഇന്ന് അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയായിരുന്നു, വളമിടാനൊക്കെ പറ്റിയ കാലാവസ്ഥയാണ്. അപ്പം ഇന്ന് വളം കട തുറന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് നമ്മുടെ തോട്ടത്തിലെത്തിയിട്ടോ. തോട്ടത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ആരുമില്ല,
കാട് വെട്ടാൻ കൊണ്ടുവന്ന മെഷീൻ എന്താ മരത്തെ ചാരി ഇരിക്കുന്നുണ്ട്. തോട്ടത്തിൽ ഫുള്ള് കാടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മൾ വളം മേടിച്ചു കേട്ടോ. 2 ചാക്ക് വളം ഉണ്ട്, അത് വേറെ വണ്ടിയല്ല കേട്ടോ. അങ്ങനെ ഞാനൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കടയിൽ നിന്ന് ഇടിയപ്പം വാങ്ങി, തോട്ടത്തിലിരുന്ന് തന്നെ കഴിച്ചു കേട്ടോ. അങ്ങനെ അവരവിടെ കാട് വെട്ടുന്നു. ഇനി കാട് വെട്ട് കഴിഞ്ഞിട്ട് വേണം വളം ഇടാനും കേട്ടോ. അങ്ങനെ കാട് വെട്ടും വളമിടലൊക്കെ ആയിട്ട് നടക്കുകയാണ്. സൈച്ചേട്ടനാണ് വളം ഇടുന്നത് കേട്ടോ. കാട് വെട്ടിയ പുറകെ തന്നെ വളം ഇട്ടു കേട്ടോ. ഇത്തവണ നമ്മൾ റബ്ബറിനൊക്കെ നല്ല ഇലയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇലയൊക്കെ കുറവായിരുന്നേ. അങ്ങനെ റബ്ബറിൻ്റെ ചുവട്ടിൽ നമ്മൾ വളമൊക്കെ ഇട്ടിട്ടുണ്ട്. കാട് പിടിച്ച് കിടന്ന തോട്ടം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാക്കിയിട്ടുണ്ടേ. അപ്പോൾ വളമിടലൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് വളമിട്ട് തീർന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു മഴ വന്നു. മഴ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മരത്തിൻ്റെ അടിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് ഫുള്ള് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ നനയാതെ നിൽക്കാം. പക്ഷേ വലിയ മഴ വന്നു കഴിയുമ്പോൾ നമ്മൾ നനയും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാൻ ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നു. പക്ഷേ വലിയ മഴ വന്നപ്പോൾ പെട്ടു. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഒരു വീട്ടിൽ കയറി നിന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ നിന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നനയും. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ മീനിലേക്ക് നോക്കുന്നത്. അങ്ങനെ കുറച്ച് മീനെടുത്ത് ഞാൻ വറുത്തു. പിന്നെ ബാക്കി നമ്മളെടുത്തിട്ട് പീരയും കൂടി വെച്ചു കേട്ടോ. അപ്പോൾ മീൻ വറുത്തതും മീൻ പീരയുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.